ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലിംസ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ ആദ്യമായി ഇട്ട വീഡിയോ 12 ടെൻസസ് പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാം ആ കഥയും ആ കഥയിലെ പറഞ്ഞിരിക്കുന്ന ടെൻസസും മനസ്സിലായി അല്ലേ? പക്ഷെ എന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ ഫോം, അതിൻ്റെ സെൻറ്റൻസ് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യണം, അതെന്താണ്, ഇതെങ്ങനെ ഓർത്തിരിക്കാം, ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നൊക്കെ സംശയമുണ്ടാകാം. ഒട്ടും വിഷമിക്കണ്ട, നമ്മൾക്ക് ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാം. റെഡിയല്ലേ? അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നല്ലേ, നമ്മൾക്ക് ഓരോ സിമ്പിൾ ടെൻസ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഇതിൻ്റെ എല്ലാം സെൻറ്റൻസ് എക്സാമ്പിൾ സഹിതം ഞാനിപ്പോൾ ഒരു പ്രസൻറ്റേഷൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ആ സെൻറ്റൻസ് വീണ്ടും 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 പറയണം. പറഞ്ഞതിന് ശേഷം നിങ്ങൾ അത് എഴുതി വെക്കണം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ അതുപോലെ തന്നെ സാമ്യമുള്ള വേറെ ഒരു 5 സെൻറ്റൻസ്, ഓരോ സെൻറ്റൻസിനെ പോലെ തന്നെ ഇരിക്കുന്ന 5 സെൻറ്റൻസുകൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി എഴുതാൻ ശ്രമിക്കണം. ഇപ്പോൾ ഞാൻ ഐ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഐ വോക്ക്, ഐ റീഡ്, ഐ ഈറ്റ്, ഐ ഡ്രിങ്ക്, അങ്ങനെ. അപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പറയണം. അതുകൂടാതെ അതുപോലിരിക്കുന്ന സബ്ജക്റ്റിനെയും വെർബിനെയും മാറ്റി മാറ്റി അതേ ടെൻസിലിരിക്കുന്ന 5 സെൻറ്റൻസുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾക്ക് വേഗം ഓരോ ദിവസവും കൊണ്ട് ഏകദേശം ഒരു 3 months കൊണ്ട് നമ്മളുടെ ഇംഗ്ലീഷ് സൂപ്പർ ഇംഗ്ലീഷായി മാറും. ഗ്രാമർ അറിയാത്തവരും ഗ്രാമർ അറിയുന്നവരും ഒരുപോലെ പഠിച്ചു പോകും. ഓക്കെ, ഗ്രാമർ എന്ന് പറഞ്ഞ് കേട്ട് പേടിക്കേണ്ട. നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷ്, ഡെയിലി സംസാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കിക്കോളൂ. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ഇമിറ്റേഷൻ മെത്തേഡ് വഴി എങ്ങനെയാണ് സ്പീക്കിംഗ് ചെയ്ത് പഠിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 3 ടൈപ്പ് സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. വായിച്ചാലോ? ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. എല്ലാവരും എന്നോടൊപ്പം തന്നെ പറയൂ. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഇനിയും നീ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ? എങ്ങനെയാണ് ചോദിക്കണ്ടേ? ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? ഇനി ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറില്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഐ ഡോണ്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഐ ഡോണ്ട് സ്റ്റഡി ഇംഗ്ലീഷ്. എല്ലാവരും ഞാൻ പറയുമ്പോൾ എൻ്റെ ഒപ്പം തന്നെ ഒരു 3 പ്രാവശ്യമെങ്കിലും മിനിമം പറയണം. അപ്പോൾ നിങ്ങൾക്ക് വേഗം ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഈ 3 സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചില്ലേ? ഇനിയും ഇതുപോലുള്ള സെൻറ്റൻസുകൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ സെൻറ്റൻസും നിങ്ങൾ ഓരോ തവണ എന്നോടൊപ്പം തന്നെ പറയുന്നതാണ് ഇമിറ്റേഷൻ മെത്തേഡ്. ഞാൻ മലയാളം പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. അതുപോലെയുള്ള അതേ മീനിങ് വരുന്ന ഞാൻ ഇംഗ്ലീഷ് എഴുതാറുണ്ട്, ഞാൻ മാത്സ് എഴുതാറുണ്ട്, അങ്ങനെ വേറെ വേർഡുകൾ ആക്കി നമ്മൾ പല സെൻറ്റൻസുകൾ ഉണ്ടാക്കി നിങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റൻസുകൾ കൂടുതൽ സൃഷ്ടിക്കാനുള്ള കഴിവ് വരും. അപ്പോൾ നമ്മുടെ സ്പീക്കിംഗ് കുറച്ചുകൂടെ എളുപ്പമാകും. അപ്പോൾ ഈ 3 സെൻറ്റൻസും നിങ്ങൾക്ക് മനസ്സിലായി. ഇതുപോലെ നിങ്ങൾ സ്വയം വേറെ ഇംഗ്ലീഷും ഉണ്ടാക്കണം. അടുത്ത 3 സെൻറ്റൻസ് നോക്കിക്കേ. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചു. കഴിഞ്ഞുപോയ കാര്യമാണ്. I studied English yesterday. I studied English yesterday. I studied English yesterday. ഇനി നീ ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചോ എങ്ങനെ ചോദിക്കും? Did you study English yesterday? Did you study English yesterday? Did you study English yesterday? ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല. എങ്ങനെ പറയും? I did not study English yesterday. I did not study English yesterday. ഈ 3 സെൻറ്റൻസും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കഴിഞ്ഞുപോയ കാര്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ. 3ഉം പഠിച്ചു കഴിഞ്ഞു, പഠിച്ചോ. നെഗറ്റീവും പോസിറ്റീവുമായ സെൻറ്റൻസുകളാണ്.
ഒരു ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഐ ഡിഡ് നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ് യെസ്റ്റർഡേ. പോസിറ്റീവ് സെൻറ്റൻസ് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. അതിനെ ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലാക്കുന്നതാണ് ഡിഡ് യു സ്റ്റഡി ഇംഗ്ലീഷ് യെസ്റ്റർഡേ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആരോടെങ്കിലും ചോദിക്കാം. എങ്ങനെ അതിൻ്റെ പോസിറ്റീവ് ആൻസറും നെഗറ്റീവ് ആൻസറും നമുക്ക് പറയാം എന്നുള്ളതാണ് ഇതിൽ കൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എക്സാമ്പിളും ഇതേ സെൻറ്റൻസിൽ നമുക്ക് പറഞ്ഞു പഠിക്കാവുന്നതാണ്. ഓക്കെ, എന്നോടൊപ്പം പറയൂ. ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിക്കുമോ? വിൽ യു സ്റ്റഡി ഇംഗ്ലീഷ്? വിൽ യു സ്റ്റഡി ഇംഗ്ലീഷ്? വിൽ യു സ്റ്റഡി ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷ് പഠിക്കില്ല. ഐ വോണ്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഐ വോണ്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഐ വോണ്ട് സ്റ്റഡി ഇംഗ്ലീഷ്. മനസ്സിലായോ? ഇത് നാളെ ചെയ്യുന്ന കാര്യം, ഫ്യൂച്ചറിലുള്ള കാര്യമാണ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ തന്നെ നിങ്ങൾ ഫ്യൂച്ചർ കാര്യങ്ങൾ പറയുമ്പോൾ ഈ മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ പ്രസൻറ്റിലെയും പാസ്റ്റിലെയും ഫ്യൂച്ചറിലെയും കാര്യം എങ്ങനെ പറയണം സിമ്പിളായിട്ടെന്ന് പഠിച്ചോ. എന്നോടൊപ്പം തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് ഇതുപോലുള്ള പല സെൻറ്റൻസുകൾ നിങ്ങൾ തയ്യാറാക്കി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ ഈ 3 സെൻറ്റൻസും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണ്? ഇംഗ്ലീഷ് പഠിക്കും, പഠിക്കുമോ, പഠിക്കില്ല. പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യനും. ക്ലിയർ ആയോ? നിങ്ങളിത് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. എന്നാലാണ് നിങ്ങളിത് ഓർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഇത് മായാതെ നിൽക്കും. പല എക്സാമ്പിൾ ഉപയോഗിച്ച് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഉറപ്പായും സ്പീക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാകും. അടുത്ത സെൻറ്റൻസ് നോക്കിക്കോളൂ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ആർ യു സ്റ്റഡിങ് ഇംഗ്ലീഷ്? ആർ യു സ്റ്റഡിങ് ഇംഗ്ലീഷ്? ആർ യു സ്റ്റഡിങ് ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുക അല്ല. ഐ ആം നോട്ട് സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഐ ആം നോട്ട് സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഐ ആം നോട്ട് സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഇത് 3 തരത്തിലുള്ള വേറെ സെൻറ്റൻസുകളാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇതേ മോഡലുള്ള സെൻറ്റൻസുകൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു പഠിക്കുക. അപ്പോൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ്. ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ചോദിക്കുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ രൂപേണ എങ്ങനെ ചോദിക്കാം? ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ ആർ യു സ്റ്റഡിങ് എന്ന് ചോദിച്ചാൽ മതി. ഇപ്പോൾ അയാൾ ഞാൻ പഠിക്കുകയാണ്, ഐ ആം സ്റ്റഡിങ്. പഠിക്കുകയല്ല, ഐ ആം നോട്ട് സ്റ്റഡിങ്. അത് ഏത് സബ്ജക്റ്റ് ആണെന്നുള്ളത് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പറയാം. ഏതെങ്കിലും ജോലിയാകാം, എന്തെങ്കിലും പ്രവൃത്തിയാകാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഇതേ ഫോമിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത 3 സെൻറ്റൻസ് നോക്കിയേ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ചെയ്ത് കഴിഞ്ഞു. നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യത്തെ പാസ്റ്റ് കണ്ടിന്യൂസ്, കഴിഞ്ഞുപോയി. ഐ വാസ് സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഐ വാസ് സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഐ വാസ് സ്റ്റഡിങ് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? വെർ യു സ്റ്റഡിങ് ഇംഗ്ലീഷ്? വെർ യു സ്റ്റഡിങ് ഇംഗ്ലീഷ്? വെർ യു സ്റ്റഡിങ് ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. ഐ വാസ് നോട്ട് സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഐ വാസ് നോട്ട് സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഐ വാസ് നോട്ട് സ്റ്റഡിങ് ഇംഗ്ലീഷ്. അപ്പോൾ ഇതിലും 3 തരത്തിൽ, ഒരു ക്വസ്റ്റ്യൻ, ഒരു പോസിറ്റീവ് ആൻസർ, ഒരു നെഗറ്റീവ് ആൻസർ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. താരതമ്യം ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കുക. അവിടെ ഒരു സബ്ജക്റ്റ്, വെർബ്, പാസ്റ്റിലെ വാസ് ഓർ വെയർ, പിന്നെ ഒരു വെർബ് പ്ലസ് ING. നമ്മുടെ ഫോം ഇതിൽ അപ്ലൈ ചെയ്തേക്കുന്നത് നോക്കിക്കോളൂ. ഐ വാസ് സ്റ്റഡിങ് ഇംഗ്ലീഷ്. പഠിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നു. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നോ? പഠിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നില്ല. ക്ലിയർ ആയില്ലേ? 3 ടൈപ്പ് സെൻറ്റൻസ്.
ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. അത് പ്രാക്ടീസ് ചെയ്യണം. അടുത്തത് നോക്കിക്കേ. നാളെ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ്. ചെയ്യാൻ പോകുന്ന കാര്യം തുടർച്ചയായി നാളെ ചെയ്യും എന്ന് ഒരു സെൻറ്റൻസാണ്. എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഐ വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ടുമാറോ. ഐ വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ടുമാറോ. ഐ വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ടുമാറോ. നാളെ നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ? വിൽ യു ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ടുമാറോ? വിൽ യു ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ടുമാറോ? വിൽ യു ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ടുമാറോ? നാളെ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുക ആയിരിക്കില്ല. നാളെ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുക ആയിരിക്കില്ല. ഐ വോണ്ട് ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ടുമാറോ. ഐ വോണ്ട് ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ടുമാറോ. ഐ വോണ്ട് ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ടുമാറോ. കണ്ടോ? അടുത്ത 3 സെൻറ്റൻസും ഡിഫറൻ്റ് ആയിട്ട് ഉള്ള സെൻറ്റൻസുകളാണ്. ഇതും നമുക്ക് ഇതേ ഫോമാറ്റ് ഉപയോഗിച്ച് നമുക്ക് പല സെൻറ്റൻസുകളും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അതിൻ്റെ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം നാളെ ഫ്യൂച്ചറിലുള്ളൊരു കാര്യമാണ്. ഈ സമയത്ത് ഞാൻ ഇന്നത് ചെയ്യുകയായിരിക്കും എന്ന് പറയാനാണ് ഐ വിൽ ബി എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ വിൽ ബി സ്റ്റഡിയിങ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വളരെ എളുപ്പമായിരുന്നല്ലേ? ഇത്രയും ഈസിയാണ് എന്ന് ഒരിക്കൽ പോലും നിങ്ങൾ വിചാരിച്ച് കാണില്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എല്ലാവരും വലിയ സംഭവമായിട്ടും ഭയങ്കര ഭയപ്പെടുന്ന ഒരു ലാംഗ്വേജ് ആയിട്ടുമാണ് ഇത്രയും നാൾ നിങ്ങൾ കണ്ടിരുന്നത്. ഇന്ന് മുതൽ നമ്മൾ ഒരുമിച്ച് ഒരേ ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായി ഞാൻ കാണിച്ചു തരുന്ന ഈ മെത്തേഡിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കൂ. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ തന്നെ കാണൂ. വ്യത്യാസം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരോടും എല്ലാ ദിവസവും ഇംഗ്ലീഷിൽ സംസാരിക്കൂ. തെറ്റു വരുന്നത് നിങ്ങളുടെ ബുക്കിൽ പോയി ചെക്ക് ചെയ്യൂ. എന്താണ് ആ സംസാരിച്ചത്, എന്ത് തെറ്റാണ് നിങ്ങൾ പറഞ്ഞത്? ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ വന്ന് ടൈപ്പ് ചെയ്യൂ. ഞാൻ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വേഗം വരാം. അതുവരെ കാത്തിരിക്കുക. ബൈ.